Yes, today I am trying to post the content in English because of my Kannada Bangalore friends asked me, "What are you posting, bro? We can't understand anything. You can also post in English." So I thought, yeah, I can also post in English because of I have so many friends in Karnataka and Tamil Nadu. They can't understand Malayalam. So I thought this is my real opportunity to improve my skills, conversation skill, and also in character development. So I am introduced me as a Mohammed Shabin. I am running a trading company in Kerala and also in Bangalore. I am posting more videos like sales and also business ideas, vlogs. Okay. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിങ്ങനൊക്കെ പരിപാടി എടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ പറയാൻ പലരും ഉണ്ടാവും. പക്ഷെ ഇവരാരും നമ്മൾക്ക് ഇതൊന്നും പഠിപ്പിച്ചു തരാനുണ്ടാവൂല. ഓക്കെ, അപ്പൊ നമ്മളുടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടുണ്ടായാലേ ഇതൊക്കെ മുന്നോട്ട് പോവുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞാനിത് എന്റെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നല്ലൊരു ലാർജ് സ്കെയിലായിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. നമ്മളൊരു നല്ല രീതിയിലുള്ള മീറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ താഴ്ന്നു തന്നെ ഇരിക്കും. ഓക്കെ, പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളാം. അതിപ്പോ ഇംഗ്ലീഷ് ആയാലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോളാം. പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷിൽ പോലും നമുക്ക് നല്ലൊരു നമ്മളെ നാട്ടിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ല. അതായത് മറ്റുള്ളവർ ചെന്ന് നമ്മൾ പുറത്ത് ചെന്ന് നല്ല രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്കിൽഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മള് അതിൻ്റെതായ ടാലന്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്കില്ല് എങ്ങനെയും വളർത്തിയെടുക്കുക. പിന്നെ ഇതിലിപ്പോ ഇങ്ങനെ നമ്മള് പല രീതിയിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അവരൊക്കെ ഇംഗ്ലീഷിൽ തന്നെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ റീച്ചും കിട്ടും. കാരണം പുറത്തുള്ളവർ ഒരാളെങ്കിലും കണ്ടാല് അത്രയും നല്ലതുണ്ട്. പിന്നെ ആരും പുച്ഛിക്കാനും വരില്ല. കാരണം പുച്ഛിക്കുന്നവർക്ക് ഇത് അറിയൂലെന്നാണ്. ഇതൊക്കെ പഠിച്ചെടുത്ത് ഉയരങ്ങളിൽ എത്തിയവർക്ക് അറിയാം. അവൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്നല്ലേ പറയുള്ളൂ. അല്ലാതെ ആരും പുച്ഛിക്കാൻ വരില്ല. പുച്ഛിക്കുന്നവർക്ക് നമ്മൾ അത്രയും പോലും സംസാരിക്കാൻ കഴിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരങ്ങനെ പറയുള്ളൂ. ഓക്കെ, എവിടെങ്കിലൊക്കെ എത്തിപ്പെടുന്നവര്, അങ്ങനെ താല്പര്യപ്പെടുന്നവര് ഒരിക്കലും ഇതിനൊന്നും നെഗറ്റീവ് പറയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇനിയും നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ.